ഹായ്, ഞാൻ അനുദീപ്. അങ്ങനെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും കാത്തിരിപ്പിലും ഒക്കെ ആയിരുന്നു. എന്തിനാ? പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി. ഇനി കുറച്ച് ആൾക്കാരുണ്ട്, അവര് പ്രിലിംസ് എക്സാം ഡേറ്റും കൂടെ വന്നെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് പഠിക്കാൻ മോട്ടിവേഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നായിരിക്കും എക്സാം, പ്രിലിംസ് എക്സാം എന്നായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാമിനെ നിങ്ങൾ ഈസി ആയി ജയിച്ച് കയറേണ്ടത് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ സ്ഥിരമായി പറയുന്ന ഒരു പരാതി പരിഹരിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ ഓഫേഴ്സ് അല്ലെങ്കിൽ ബാച്ചുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ പല ആൾക്കാരും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബേസിക് റീസൺ, ഞങ്ങൾ അങ്ങനെ പരസ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പണം മുടക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ നമുക്ക് ബാച്ചസ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക അറിയിപ്പ് എല്ലാവരും കണക്കാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദീപാവലി ഓഫേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റ് സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകൾക്കൊക്കെ 2,999 മുതൽ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ദീപാവലി ഓഫറിൽ അഡീഷണൽ ഡിസ്കൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ബാച്ചിൽ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10th +2 പരീക്ഷകൾക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ജനറൽ PSC ബാച്ച് ഫ്രീ ആയിട്ട് ഇടുന്നതാണ്. ഏകദേശം 1,000-1,500 രൂപ വില വരുന്ന ആ ബാച്ചുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ലഭിക്കുന്നതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ചും ഇപ്പോൾ അവൈലബിൾ ആണ്. ഫുൾ ബാച്ച്, സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമല്ല, 100% സിലബസ് കവർ ചെയ്യുന്ന ബാച്ച് വെറും 499 രൂപ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അഫോർഡബിൾ ആയി ഇടാൻ പറ്റുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യത്തിന് അധികം മുടക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് പല വാർത്തകളും നിങ്ങൾ അറിയാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് സ്വീകരിക്കുക. എനിക്ക് പറയാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയുള്ള ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി രാവിലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരാഴ്ച ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പഠന നിലവാരം ഉയരുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് അല്ലെ. ഔദ്യോഗികമായി PSCയുടെ സൈഡിൽ നിന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഏകദേശം അറിയാം PSC എന്നായിരിക്കും പ്രിലിംസിന്റെ ഡേറ്റ് കൊണ്ടുവരാന്നുള്ളത്. കാര്യം എല്ലാ വർഷവും ഏകദേശം ഒരേ ഡേറ്റ് റേഞ്ചിൽ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് മാർച്ച് മാസത്തിലാണ് പ്രതീക്ഷിക്കാൻ പറ്റുക, മാർച്ച് മാസത്തിൽ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇലക്ഷൻസ് വരാൻ പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. സാധാരണഗതിയിൽ മാർച്ചിൽ പ്രിലിംസ് നടക്കുന്നു, ഓഗസ്റ്റിൽ മെയിൻസ് നടക്കുന്നു, അങ്ങനെ പോകും. പക്ഷെ ഇപ്പൊ ഇലക്ഷൻസിന്റെ സമയമായതുകൊണ്ട് മറ്റു പല ഘടകങ്ങൾ വരുന്നതുകൊണ്ടും നേരത്തെ എക്സാം നടക്കാം. ഇവിടേക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. മാർക്ക് മൈ വേർഡ്സ്, 99% റാങ്ക് ഹോൾഡേഴ്സും ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ 99.9% വെച്ചോ റാങ്ക് ഹോൾഡേഴ്സും പ്രിലിംസിന്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരായിരിക്കും. ഇപ്പം പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് സിലബസ് മര്യാദയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിലിംസിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റുള്ളവര് മാരത്തോൺ ഓടി ഫിനിഷ് ലൈൻ എത്തുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ സ്റ്റാർട്ടിംഗ് ലൈനിൽ സ്റ്റക്കായിട്ട് നിൽക്കും. കാര്യം നമുക്ക് ട്രാക്കിലേക്ക് വരാൻ തന്നെ ഏകദേശം 1-2 ആഴ്ച എടുക്കും. നിങ്ങൾ ദയവായി പഠിച്ചു തുടങ്ങുക. ഇപ്പൊ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ അതിന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ വെയിറ്റ് ചെയ്തിരിക്കില്ല, ഔദ്യോഗികമായിട്ടുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ല. പരീക്ഷ എന്തായാലും വരുമെന്നുള്ള കാര്യം ഉറപ്പായി. നമ്മൾ ഇനി പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു കർത്തവ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രിലിംസിന്റെ സിലബസിലേക്ക് വരിക. ഏറ്റവും എളുപ്പപ്പണി പ്രിലിംസ് പാസ്സാവുന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ സ്റ്റേജ് 2 കണ്ടതാണ്. LDC നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇട്ടിട്ടുള്ളത് കൂടുതലും. അപ്പോൾ പ്രിലിംസ് പാസ്സാവും, ഒരു സംശയമില്ല, പ്രൊവൈഡഡ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഒരു ശരാശരി നിലവാരത്തിലെങ്കിലും ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് പാസ്സാകാൻ പറ്റും. കാര്യം ഇപ്പം ഇന്റർവ്യൂ വരാൻ സാധ്യതയുണ്ട് ഈ പരീക്ഷകൾക്കൊക്കെ. മാത്രമല്ല എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇതിനൊക്കെ കോമൺ പ്രിലിംസ് ആയിരിക്കും. സോ ഒരു വെടിക്ക് 3-4 പക്ഷികളാണ് കിട്ടാൻ പോകുന്നത്. ഇത് മിസ്സാക്കിയാൽ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ എല്ലാം നഷ്ടമാവും. സോ വലിയ അവസരമാണ് 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്, ഒരിക്കലും മറക്കരുത്. പ്രിലിംസിനെ സംബന്ധിച്ച്, മെയിൻസിനെ പറ്റിയല്ല, പ്രിലിംസിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടേണ്ടുന്ന വിഷയങ്ങൾ ഇതാണ്: ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്. ഏകദേശം 50 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം. പക്ഷേ ഹിസ്റ്ററി 10 മാർക്ക് ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് വേൾഡ് ഹിസ്റ്ററിയും പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിക്കണം, കേരള ഹിസ്റ്ററിയും പഠിക്കണം. അതിന്റെ പകുതി സമയമായി നമുക്ക് ഇംഗ്ലീഷ് പഠിച്ച് ഈ 20 മാർക്കിന്റെ കാര്യം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇടുന്ന സമയത്തിന് തക്ക റിട്ടേൺ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ. ഞങ്ങളുടെ ബാച്ചസ് ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ GK സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ദയവായി പ്രിലിംസിന് വേണ്ടി പഠിക്കാതെ മെയിൻസ് നിലവാരത്തിൽ പഠിച്ചു പോവാം. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി നമുക്ക് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നു, ഒരു 20% എഫേർട്ട് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ മെയിൻസ് നിലവാരത്തിൽ നമുക്ക് ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻസിന്റെ സമയമാകുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം നോക്കി പോയാൽ മതി. ഇപ്പൊ ഞങ്ങളുടെ പ്രിലിംസ് ബാച്ച് ആണെങ്കിൽ പോലും ഒരു ടോപ്പിക്ക് പഠിപ്പിക്കും, അത് മെയിൻ സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾക്കറിയാം, ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ
4 മണിക്കൂർ വേണമെന്നിരിക്കട്ടെ, മെയിൻസ് നിലവാരത്തിൽ പഠിപ്പിക്കേണ്ട 5 മണിക്കൂർ ഇട്ടാൽ മതി. ഇപ്പം നമുക്ക് സമയമുണ്ട്. ജസ്റ്റ് ചെറിയൊരു എഫേർട്ട് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഉന്നത നിലവാരത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും പ്രിലിംസിന് ശേഷം ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട്, മറ്റുള്ള ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വളരെ കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ സമയത്ത് അങ്ങനെയായിരുന്നു. പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വലിയൊരു പോർഷൻ ഞങ്ങളോട് തീർത്തിരുന്നു. അന്ന് മുതലേ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ മെയിൻസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നമ്മളെപ്പോഴും ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക, എങ്ങനെയെങ്കിലും പ്രിലിംസ് പാസ്സാവണം എന്നുള്ള മെന്റാലിറ്റി മാറ്റിവെക്കുക. പ്രിലിംസ് എന്തായാലും പാസ്സാവും. നമ്മൾ മെയിൻ സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാവാതിരിക്കാൻ ഒക്കത്തില്ല. പ്രിലിംസ് പാസ്സായിരിക്കാൻ 100% ഉറപ്പാണ്. പക്ഷെ നമ്മൾ മെയിൻസ് നിലവാരത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന മെയിൻസ് ആണ്. പ്രിലിംസ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം, കയറി പോയാൽ മതി. മെയിൻസ് ആണ് നമ്മുടെ മാർക്ക് നിശ്ചയിക്കുന്നത്, ഇന്റർവ്യൂ അല്ലേ. സോ ഈ സബ്ജക്റ്റുകൾ തന്നെ പ്രയോറിറ്റിയോട് തൽക്കാലം പഠിക്കാം. ഇതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ആണ്. 10 മാർക്ക് അവിടെ നിന്നാണ്. കറണ്ട് അഫയേഴ്സ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷമായിരിക്കണം ഈ സബ്ജക്റ്റുകൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങി ഈ രീതി നമുക്ക് തീർക്കാൻ പറ്റും. കാര്യം ഇതൊക്കെ എന്തായാലും മെയിൻസിൽ വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ. സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്താൽ പോലും ഈ ടോപ്പിക്സ് നമ്മൾ മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളൊരു പരിപാടി ചെയ്തേ, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യണം. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, പ്രിലിംസിന്റെ ഡേറ്റ് വന്നു. ഇനി ഒരു മാസം കൂടെ മാത്രമേ പ്രിലിംസിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഇങ്ങനൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും പഠിക്കും. ആ ആത്മാർത്ഥതയും ആവേശവും ഇപ്പം നിങ്ങൾ കാണിക്കണം. ഡേറ്റ് വന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉഴപ്പരുത്. ഒരു മാസം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുമോ അത്ര എഫേർട്ട് തന്നെ നിങ്ങൾ ഇന്ന് മുതൽ ഇട്ട് തുടങ്ങണം. ബിക്കോസ് പല ആൾക്കാരും ഇട്ട് തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 5-6 മാസമായിട്ടുള്ള ബാച്ചസ് വരെ ഉണ്ട്. അതിനകത്തൊക്കെ പ്രിലിംസിന്റെ സിലബസ് തീരാറായി. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ പോലും ഇത് മതി. ഈ പറഞ്ഞ പാറ്റേണിൽ പഠിച്ചാൽ കയറാവുന്നേ ഉള്ളൂ. പക്ഷെ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പഠിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, എലക്ഷൻസ് വരാൻ പോവുകയാണ്. നല്ല രീതിയിൽ നിയമനങ്ങൾ നടത്തും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നല്ല നിയമനം നടത്തുന്ന ഡിഗ്രി ലെവൽ എക്സാം ആണ്. അതിനോടൊപ്പം എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ വരാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നവംബറിൽ തന്നെ വരും എന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. ഏകദേശം നവംബറിൽ തന്നെ വരും. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണം, ഏത് പുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിക്കണമെന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ കണ്ട് ഈ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുക. റാങ്ക് ഫയൽ വേണ്ടെന്നല്ല പറഞ്ഞത്. ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഒക്കെ റാങ്ക് ഫയൽസ് വേണം. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി അതിനൊക്കെ നമ്മൾ മറ്റ് പുസ്തകങ്ങൾ തന്നെ പഠിക്കണം. അതൊന്നും റാങ്ക് ഫയലിന് അത്ര ബുദ്ധിമുട്ടില്ല. അതിനേക്കാൾ എളുപ്പമുള്ള പുസ്തകങ്ങൾ മറ്റേതൊക്കെ. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. സ്ട്രാറ്റജിക്കായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ നോക്കിക്കാണുക. എങ്ങനെയെങ്കിലും പ്രിലിംസ് പാസ്സാവണം എന്നായിരിക്കും നമ്മുടെ ലക്ഷ്യം. മെയിൻസ് എല്ലാം പാസ്സാവണം എന്നുള്ളതാണ്. ബിക്കോസ് ഇതൊരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. ഇൻ കേസ് ഒരിടത്ത് അടി തെറ്റിയാൽ അടുത്ത മെയിൻസ് കിട്ടിക്കോണം, മറ്റൊരിടത്ത് അടി തെറ്റി അടുത്ത് കിട്ടിക്കോണം. ഇപ്പൊ ഞങ്ങളുടെ സമയത്ത് മെയിൻസിന്റെ സമയത്തൊക്കെ ഒരുവിധം എല്ലാ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലും ഏകദേശം ഒരേ ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു. എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഇത്ര എക്സാംസ് ഒരുമിച്ചിരുന്നു, ഒരുമിച്ചങ്ങ് പഠിക്കും. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇൻ കേസ് ഒരിടത്ത് പണി കിട്ടിയാലും മറ്റൊരു നമ്മൾ സേഫും സെക്യൂറും ആണ്. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ എക്സാംസിനൊക്കെ സമഗ്രമായിട്ടുള്ള ഒറ്റപ്പെടുത്തത്തിൽ കൂടെ 2026 നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്, മറ്റാർക്കും അല്ല. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ആത്മാർത്ഥത്തോടെ തന്നെ പഠിക്കുക. ഓഫർ പ്രൈസിൽ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ.